അനിയ അത് നിങ്ങൾ കഴിക്കുവാൻ പാടില്ല. ഇത് തരാൻ പറ്റില്ല, ഇത് ഞങ്ങളുടേതാ. വാടാ വീവ, നമുക്ക് പോകാം. എനിക്കും സത്യ ആവശ്യമാണ്. ഞാൻ കഴിയുന്നതും പരിശ്രമിച്ചു നോക്കി, എന്നാ സമയം കളയാൻ പറ്റുന്നില്ല. ഇതാണ് ഷാഡോ ഖാന്റെ വിജയം. ഒരുത്തനെ ഞങ്ങൾ വെറുതെ വിടില്ല. ഇത് ബാബുവാടാ. അവനെ കൊല്ലു ഫൈൽമാൻ. ജോലി അങ്കിള് വരുന്നിടം വരെ എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കണം. സോറി, ഞാൻ അധികം സംസാരിച്ചില്ലേ? മത്സരത്തിന്റെ വേറെ ഒരു നിയമം നിനക്കറിയാമോ ഫയൽമാൻ? ജയിച്ചയാള് തോറ്റയാളിന്റെ മുഖംമൂടി ഊരിയെടുക്കണം. ഈ പ്രച്ഛന്ന വേഷം നിനക്ക് വളരെ നന്നായിട്ടുണ്ട് മോനെ. നിനക്ക് ഞാൻ ചോക്ലേറ്റ് കൊടുത്തിട്ടുണ്ട് മോനെ. ഞാൻ പറഞ്ഞില്ലേ അങ്കിൾ ബുദ്ധിശാലിയാണെന്ന്. എന്റെ ദൈവമേ, എന്താ ഇത്? പുതിയ ഷാഡോ കോണിന് ഇത്രയും ശക്തി ഉണ്ടെന്ന് നിങ്ങൾ എന്തുകൊണ്ട് എന്നോട് പറഞ്ഞില്ല? പോയി, നമ്മളടുത്ത് നിന്ന് അവസാന ആയുധവും പോയി. ഇനി നമ്മൾ എന്താ ചെയ്യാ? ബാബു, ഇപ്പൊ തന്നെ നിന്റെ മുഖം മൂടി അഴിച്ചു മാറ്റണം. എന്തിന് ഞാൻ എന്റെ മുഖംമൂടി ഊരണം? വായടക്കണം. ഞാൻ നിന്നോടല്ല സംസാരിക്കുന്നത് പിശാചേ, മുഖം മൂടിക്ക് പിന്നിലുള്ള ബാബുവിനോടാ സംസാരിക്കുന്നത്. പക്ഷെ ഫയൽമാനെ, ഈ മുഖംമൂടി ഇട്ടാൽ പിന്നീട് അത് ഊരരുന്നൊരു നിയമമുണ്ട്, അതറിയില്ലേ? ആ വിധിമുറകൾ നമ്മൾ ഇപ്പോൾ മാറ്റാൻ പോവുകയാണ്. മുഖം മൂടി അഴിച്ചു മാറ്റാം. ഫയൽമാൻ പറയുന്നത് അനുസരിക്കൂ ബാബു. ഇനി നീ ഇതുപോലെ ചെയ്യണം. മാന്ത്രിക ലോഷൻ ഉപയോഗപ്പെടുത്തി നിന്റെ മുഖം മൂടി അഴിച്ചു മാറ്റ്. അവൻ പറയുന്നത് കേൾക്കരുത്. അല്ല, എനിക്ക് മുഖംമൂടി ഊരിയേ പറ്റൂ. ആ മരുന്നെടുക്ക് ബാബു. ആ മരുന്നെടുത്ത് ഒഴിക്ക്. മന്ത്രം കൊണ്ട് മന്ത്രത്തിനെ തോൽപ്പിക്കാൻ കഴിയൂ. മുഖംമൂടി ഊര്. പറ്റില്ല. മുഖംമൂടി ഊരാൻ സമ്മതിക്കില്ല. മുഖംമൂടി ഊര്. നീ അങ്ങനെ തന്നെ ഇരിക്കേ. ഊര്. ഊരണ്ട. ഊര്. എങ്ങനെ? വേണ്ട, ഊരരുത്. അങ്ങനെ തന്നെ ചെയ്യൂ ബാബു. ബൈ ബൈ. ഇനി തൊട്ട് ഈ മുഖംമൂടി നിനക്ക് വേണ്ട ബാബു. ഫയൽമാൻ, കുറച്ചു മുമ്പ് വരെ ഞാൻ വളരെ മോശക്കാരനായിരുന്നു അല്ലേ? ഇല്ല ബാബു, നീ ശരീരഘടന കൊണ്ട് ചെറിയ കുട്ടിയായിരിക്കാം. എന്താ നിന്റെ മനസ്സിന്റെ ദൃഢത വളരെ വലുതാണ്. ഇന ബാബു, ഈ ട്രോഫി നിനക്കാണ്. മത്സരത്തിൽ ഞാനാണോ ജയിച്ചേ? അതൊന്നല്ല, അതിനു വേണ്ടിയല്ലേ ഞാൻ തരുന്നത്. ഈ ട്രോഫി നിന്റെ പരാക്രമത്തിനാണ്. നീ ഫയൽമാനെ ഇടിച്ചില്ലേ, അതിനു വേണ്ടിയാണ്. പിന്നെ കുൻഫു ഫോഴ്സ് കൊടുത്തില്ലേ, അതിനു വേണ്ടിയാണ്. യാഹൂ യാ! സൂപ്പർ ബാബു, നീ കലക്കി.